الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تمش في الأرض مرحا إنك لن تخرق الأرض ولن تبلغ الجبال طولا. صدق الله العظيم. وقال النبي صلى الله عليه وسلم: لا إيمان لمن لا أمانة له ولا دين لمن لا عهد له، كما كان شفيعنا رسول الله صلى الله عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ജുമുഅ ദിവസത്തിൽ ഒരുമിച്ച് കൂടുവാനും പരിശുദ്ധമായ ദീനിനെ കുറിച്ചും അല്ലാഹുവിനെ കുറിച്ചും ചർച്ച ചെയ്യുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ്സിൽ ഒരു സുവർണ്ണ അവസരം കൂടെ നമുക്ക് നൽകി. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ അത് മുറുകെ പിടിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മനുഷ്യരാക്കി പടച്ചിട്ട് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭാഷണം നടത്തുകയും മനുഷ്യരെ ഭൂമിയിലേക്ക് പടയ്ക്കുന്നതിനെ കുറിച്ചുള്ള സൂറത്തുൽ ബഖറയിൽ അതിനെക്കുറിച്ചുള്ള സംഭവങ്ങളൊക്കെ വളരെ വിശദമായി നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യരെ എന്തിനാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, മനുഷ്യരെ എന്തിനാണ് ഭൂമി ലോകത്ത് സൃഷ്ടിക്കുന്നതെന്ന് അല്ലാഹുവിനോട് മലക്കുകൾ ചോദിക്കുമ്പോൾ അല്ലാഹു പറയുന്നു: നിങ്ങൾക്കറിയാത്ത പലതും എനിക്കറിയാം, നിങ്ങൾക്കറിയാത്ത പലതും എനിക്കറിയാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സംഭാഷണം അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അതെ, ഈ ദുനിയാവിൽ എന്ത് നടന്നാലും അല്ലാഹുവിന്റെ തീരുമാന പ്രകാരമാണ് സംഭവിക്കുന്നത്. അല്ലാഹുവിനെ അറിയാത്ത ഒരു കാര്യങ്ങളുമില്ല. മനുഷ്യരെല്ലാം ന്യൂനതയുള്ളവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാനുള്ള ബുദ്ധിയും വിവേകവും തന്നതുകൊണ്ട് നമ്മളെല്ലാവരും എല്ലാമായി എന്ന ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ മാറ്റിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുസ്ലിമിനപ്പുറം ഒരു നല്ലൊരു വ്യക്തിയായി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ എപ്പോഴും മറ്റുള്ളവരോടുള്ള നമ്മുടെ സമീപനം അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അവർക്ക് തൃപ്തിപ്പെടുന്ന രീതിയിൽ, ഒരു പ്രയാസങ്ങളുമില്ലാതെ, ഒരു തരത്തിലും ഇരു കൂട്ടർക്ക് ബുദ്ധിമുട്ടില്ലാതെയാവണം നമ്മൾ മനുഷ്യരോടുള്ള പെരുമാറ്റം കൊണ്ട് നടക്കേണ്ടത്. വ്യക്തി ജീവിതത്തിൽ, സാമൂഹികമായ പ്രവർത്തനങ്ങളിൽ, എല്ലാ സമയത്തും സാഹചര്യങ്ങൾ ഏത് രീതിയിൽ നമ്മളെ അതിക്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴും, സാഹചര്യങ്ങൾ ഏതായിക്കൊണ്ടിരുന്നാലും നമ്മൾ യഥാർത്ഥ മനുഷ്യനായി, നല്ലൊരു സ്വഭാവത്തിന്റെ വ്യക്തിയായി നമ്മൾ മറ്റുള്ളവരോട് പെരുമാറണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 കാര്യങ്ങൾ അതിനു വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 4 കാര്യങ്ങൾ പറയുവാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യന് ഉണ്ടാവേണ്ട, ഒരു മനുഷ്യൻ യഥാർത്ഥ സമ്പൂർണനായ ഒരു സ്വഭാവത്തിന്റെ വ്യക്തിയാകണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച 4 കാര്യങ്ങളിൽ ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു: ഹിഫ്ദുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുക. അതെ, എല്ലാ ബന്ധങ്ങളും അവസാനിക്കുന്നത് നമ്മൾ പറയുന്ന ഏതെങ്കിലും ഒരു വാക്കിന്റെ പേരിലാണ്. സ്നേഹത്തോടെ, നല്ല സൗഹാർദ്ദത്തോടെ കൂടെ നടന്നിരുന്ന സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ പോലും പിരിയുന്നത് കേവലം നിസ്സാരമായ ഒരു വാക്കിന്റെ പേരിലാകാം.
ഭർത്താവുമായി വർഷങ്ങളോളം കുടുംബജീവിതം നയിച്ചവർ ആ കുടുംബജീവിതത്തിൽ നിന്ന് വേർപിരിയുന്നത് നിസ്സാരമായ ഒരു വാക്കിന്റെ പേരിലാകാം. മാതാപിതാക്കളും മക്കളും വർഷങ്ങളോളം വാത്സല്യത്തോടെ സ്നേഹത്തോടെ വളർന്നു വലുതായി ആ ഒരു സന്തോഷകരമായ രീതിയിൽ ജീവിക്കുമ്പോഴും അവിടെയും പിരിഞ്ഞു പോകുന്നത് നിസ്സാരമായ വാക്കുകളുടെ പേരിലാകാം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, എല്ലില്ലാത്ത ഒരു അവയവത്തെ നിങ്ങൾ സൂക്ഷിക്കണം. എല്ലില്ലാത്ത ഒരു അവയവത്തെ നിങ്ങൾ സൂക്ഷിക്കണം. അതിനെ നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥ നല്ല വ്യക്തിത്വമാകും. നിങ്ങൾക്ക് അതിലൂടെ സ്വർഗത്തിൽ കടന്നു പോകാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെയും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഫൽയഖുൽ ഖൈറൻ, അവൻ നന്മ മാത്രം പറയട്ടെ. സമൂഹത്തിൽ എന്ത് പ്രചരിപ്പിച്ചാലും സമൂഹ മാധ്യമങ്ങളിലൂടെ ഏത് രീതിയിലുള്ള വാർത്തകൾ കേട്ടാലും നമ്മൾക്ക് ശരിയാണെന്ന് അറിയുന്നത് മാത്രമേ നമ്മൾ അതിനെ കുറിച്ച് പ്രതികരിക്കാൻ പാടുള്ളൂ. സോഷ്യൽ മീഡിയയിൽ നമ്മുടെ വിരൽത്തുമ്പിലിരിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പിലൂടെ വരുന്ന വാർത്തകൾക്ക് നമ്മൾ കമന്റടിക്കുമ്പോൾ സത്യമുള്ളതാണോ അസത്യമാണോ എന്നറിയാതെ പോലും നമ്മൾ ആ കുപ്രചരണങ്ങൾക്ക് പോലും നമ്മൾ സാക്ഷിയാകുന്നതിന്റെ പേരിലാണ് ഇന്ന് നമ്മുടെ കൗമ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യ ബോധം നമ്മൾ മനസ്സിലാക്കണം. കണ്ടതും കേട്ടതും ഷെയർ ചെയ്തും എന്താണ് സത്യമെന്ന് അന്വേഷിക്കാനുള്ള ഒരു മനസ്സ് പോലും കാണിക്കാതെ ഒരാളെ കുറിച്ച് വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ വരുമ്പോൾ അതാണ് സത്യമെന്ന് അംഗീകരിച്ചുകൊണ്ട് ആ മനുഷ്യനെ സമൂഹത്തിൽ തന്നെ മൊത്തമായി നാണപ്പെടുത്തി പരിഹസിച്ച് കളിയാക്കുന്ന രീതിയിലുള്ള വാർത്തകൾ വരുമ്പോൾ അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് ജീവിക്കുന്ന ഉമ്മത്തിന്റെ തകർച്ച എന്ന് പറയുന്നത് ഈ ഒരു പ്രവർത്തനം കൊണ്ടാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മോശത്തരമായ രീതിയിലാണ് മുസ്ലിം കൗം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. റീച്ച് കിട്ടുന്നതിന് വേണ്ടി, പണം സമ്പാദിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം മാർഗങ്ങൾ നൽകിയിട്ടും ഇസ്ലാമിനെതിരെയുള്ള രീതിയിലുള്ള വേഷവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഇസ്ലാമിനെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ആൺമക്കളും പെൺമക്കളും എന്ന് സോഷ്യൽ മീഡിയ തരംഗമായി കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഫൽയഖുൽ ഖൈറൻ, അവൻ നല്ലത് പറയട്ടെ. ഇല്ലെങ്കിൽ ഫൽയസ്മുത്, അവൻ മിണ്ടാതിരിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പറയുന്നുണ്ടെങ്കിൽ സത്യം മാത്രമേ പറയാവൂ. ഒരാളെ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ നല്ലത് മാത്രമേ ഉപദേശിക്കാവൂ. അല്ലാതെ ഒരാളുടെ ജീവിതത്തിന്റെ ഉയർച്ചയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് അവനെ നിരാശനാക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് അവനെ വേവലാതിയിലും ആവലാതിയിലും ആക്കാതിരിക്കാനാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഒന്നുകിൽ നല്ലത് സംസാരിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ മിണ്ടാതിരിക്കുക എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആദ്യമായി സൂക്ഷിക്കേണ്ടത് നാവിനെയാണ്. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സത്തുറു ഉയൂബിൻ നാസ്, ജനങ്ങളുടെ ന്യൂനതകൾ മറച്ചു വെക്കുക. വ്യക്തിപരമായി നമുക്ക് ഓരോ വ്യക്തികളുടെയും ന്യൂനതകൾ അറിയാമെങ്കിലും നല്ല സൗഹൃദത്തോടുകൂടി നടക്കുമ്പോൾ അവന്റെ ന്യൂനതകളെല്ലാം മറച്ചു വെച്ച് ആ നാളുകൊണ്ട് നമ്മളെ തെറ്റിപ്പിരിയുമ്പോൾ അവന്റെ ന്യൂനതകളെല്ലാം സമുദായത്തിനിടയിൽ പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ അവരിൽ നിന്നിരുന്ന രഹസ്യങ്ങൾ നമ്മൾ പരസ്യമാക്കുമ്പോൾ അതും അവന്റെ ജീവിതം വരെ ഇല്ലാതായി പോകുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ്. അങ്ങനെയെങ്ങാനും ഒരു മനുഷ്യന്റെ ന്യൂനത നമ്മൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നമ്മൾ ദുനിയാവിന്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് അതിനുവേണ്ടി മാത്രം നമ്മൾ സമയം ചെലവഴിച്ച് നമ്മുടെ ജോലി തിരക്കുകളും മറ്റും മാറ്റിവെച്ചുകൊണ്ട് അടുത്തവനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന
മോശമായ ചിന്താഗതിയിൽ നടന്നുകൊണ്ട് അവന്റെ ന്യൂനതകൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തിരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ച് സമൂഹത്തിലിട്ട് അവനെ കുറ്റക്കാരനാക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു മനുഷ്യൻ അവന്റെ ന്യൂനത മറ്റുള്ളവന്റെ ന്യൂനതയെ മറച്ചു വെക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ന്യൂനതകളുണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ന്യൂനതകൾ സംഭവിക്കാൻ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊരു മനുഷ്യന്റെ ന്യൂനതയെ മറച്ചു വെക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ ന്യൂനതകൾ മറച്ചു വെക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരസ്യമായി നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും രഹസ്യമായി തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന നമ്മൾ ഇടപാടുകളിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ന്യൂനതകൾ വരുത്താത്ത ഒരു മനുഷ്യനുമില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ന്യൂനതകൾ കണ്ടാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്താതിരിക്കുക. അവന്റെ ന്യൂനത നിങ്ങൾ സമുദായത്തിലിട്ട് അവനെ പ്രശ്നക്കാരനാക്കി നിങ്ങൾ ചിത്രീകരിക്കാതിരിക്കുക. അങ്ങനെയെങ്ങാനും നിങ്ങൾ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങളും ഇതിനെ അവസ്ഥയിലാകും. നിങ്ങൾ അതെല്ലാം മറച്ചു വെക്കുകയാണെങ്കിൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ന്യൂനതകൾ മറച്ചു വെക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അത്തവാദഉ വൽഇഫ്ഖ്, നിങ്ങൾ വിനയത്തോടുകൂടി പെരുമാറണം. നിങ്ങൾ വിനയത്തോടുകൂടി പെരുമാറണം. പദവിയും പ്രൗഢിയും ആഡംബരങ്ങളും അതെല്ലാം അല്ലാഹു തരും. പക്ഷേ അത് അഹങ്കരിക്കാൻ വേണ്ടിയാകരുത്. അല്ലാഹു സമ്പന്നരെ നൽകുന്നത് ദരിദ്രരെ സഹായിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ളവർ സാമ്പത്തികമായി മുന്നോട്ടുള്ളവരും പിന്നോട്ടുള്ളവരും നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുമ്പോൾ അതിന്റെ പേരിൽ പ്രൗഢി കാണിക്കുവാനോ അതിന്റെ പേരിൽ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുവാനോ ഞാനാണ് വലിയവൻ, നിനക്കൊന്നിനും യോഗ്യനില്ല, നീ ഒന്നിനും യോഗ്യനല്ല എന്ന് നമ്മുടെ അഹന്തയുടെ ഹൃദയം കൊണ്ട്, ആ ഹൃദയത്തിൽ നിന്ന് വരുന്നത് നമ്മുടെ എല്ലില്ലാത്ത നാളുകൊണ്ട് നമ്മൾ പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അഹങ്കാരം എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഒരു മനുഷ്യൻ അഹങ്കാരിയായി കഴിഞ്ഞാൽ പിന്നെ അവന് ജീവിതത്തിൽ ഒരു സ്ഥലത്ത് പോലും വിജയിക്കാൻ സാധിക്കില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ അടിവരയിട്ട് പറയുകയാണ്. അഹങ്കാരം വന്നു കഴിഞ്ഞാൽ അനുസരണ നഷ്ടപ്പെട്ടു പോകും. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അഹങ്കാരത്തിന്റെ ചിന്ത വന്നു കഴിഞ്ഞാൽ അവൻ പിന്നെ അനുസരണയില്ലാത്തവനായി മാറും. നമുക്കറിയാം, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മലക്കുകളുടെ പോലും ഉസ്താദെന്ന് ചരിത്രം രേഖപ്പെടുത്തിയ നമ്മൾ സൂറത്തുൽ ഫാത്തിഹയാവട്ടെ എന്തുമാകട്ടെ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ റബ്ബേ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ മലക്കുകൾക്ക് പോലും ഇൽമു പഠിപ്പിച്ചു കൊടുത്ത അല്ലാഹുവിന്റെ സ്തുതികീർത്തനങ്ങൾ പറഞ്ഞു പാടി നടന്നിരുന്ന അസ്വാസിൽ എന്നായിരുന്നു ഇബ്ലീസിന്റെ പേര്. അസ്വാസിൽ മലക്കുകളുടെ ഉസ്താദ്. അല്ലാഹു പറഞ്ഞു, ആദമെന്ന ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, മലക്കുകളെ നിങ്ങൾ എല്ലാവരും ഈ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന് നിങ്ങൾ സുജൂദ് ചെയ്യണം. അല്ലാഹു പറയുകയാണ്, ആദ്യമായി അല്ലാഹു ഈ ഭൂമിലോകത്ത് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് കൽപ്പിച്ചത്, മനുഷ്യരിൽ നിന്നും ആദ്യമായി അല്ലാഹു സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചത് ആദം നബിയോടാണ്. അങ്ങനെ മലക്കുകളെല്ലാവരും അല്ലാഹുവിനോട് എന്താണ് കാരണമെന്ന് ചോദിക്കാതെ അല്ലാഹുവിന്റെ കൽപ്പന അതേപോലെ അനുസരിക്കുകയാണ്. ഇന്നലെ ആ നിമിഷത്തിന് തൊട്ട് മുഴുവനും റബ്ബിന് വേണ്ടി സാഷ്ടാംഗങ്ങൾ സമർപ്പിക്കുകയും മുഴുവനും ആദമെന്ന മനുഷ്യന് വേണ്ടി അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം സുജൂദ് ചെയ്യുകയാണ്. അശ്വാസീലങ്ങൾ അറിയുന്ന മലക്കുകളുടെ ഉസ്താദ് അവൻ പോലും അല്ലാഹുവിനോട് തട്ടിക്കയറ്റി സംസാരിക്കുകയാണ്, ഞാൻ എന്തിനു വേണ്ടിയാണ് സുജൂദ് ചെയ്യേണ്ടത്? മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണോ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണോ നിങ്ങളുടെ അടുക്കൽ ഏറ്റവും ഉത്തമനെന്ന് അല്ലാഹുവിനോട് തവണ പറഞ്ഞപ്പോൾ അതൊന്നും പരിഗണിക്കാതെ
അന്ന് ശപിച്ചത് ഈ ലോകത്ത് എവിടെയെല്ലാം മുസ്ലിമീങ്ങളുണ്ടോ ആദ്യമായി അവർ പറയും ശപിക്കപ്പെട്ടവനായ അല്ലാഹു ആദ്യമായി പറഞ്ഞെങ്കിൽ ഇന്ന് നൂറ്റാണ്ടുകൾക്ക് ഇപ്പോഴും നമ്മൾ പറയുന്നു, നമ്മൾ മരണപ്പെട്ട് നമുക്ക് ശേഷമുള്ള തലമുറകൾ വരുമ്പോൾ അവരും എന്ന് പറയും. അതുകൊണ്ട് അഹങ്കാരം വന്നു കഴിഞ്ഞാൽ അനുസരണയില്ലാതെ പോകും. അല്ലാഹ് പറഞ്ഞ കൽപ്പനയെ അനുസരിക്കാത്തതിന്റെ പേരിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രത്തോളം മഹത്വമുണ്ടായിരുന്ന അസ്വാസിൽ എന്ന് പറയുന്ന മലക്കുകളുടെ ഉസ്താദിനെ പോലും ശപിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരിക്കലും അഹങ്കാരം വന്നു പോകാൻ പാടില്ല. ചില്ലറ കാശുകളിൽ നിന്നും നോട്ടുകളായി മാറി, പതിനായിരങ്ങൾ ലക്ഷങ്ങളായി മാറി, ലക്ഷങ്ങൾ കോടികളായി മാറിയപ്പോൾ നമ്മൾ ബന്ധവഴി മറന്നുകൊണ്ട് മറ്റുള്ളവരെ കടം താഴ്ത്തിയുള്ള ജീവിതം നമ്മൾ നയിക്കുമ്പോൾ നമ്മുടെ സമുദായത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ട ജനങ്ങൾ, അന്നമില്ലാത്തവർ, രോഗികളായി കഴിയുന്നവർ, പാർപ്പിടമില്ലാത്തവർ, ജോലിയില്ലാത്തവർ, അങ്ങനെയുള്ളവരെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വേണ്ട മാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ സഹായങ്ങൾ നൽകേണ്ടത് നമ്മുടെ കടമയാണെന്നുള്ള ചിന്താബോധം ഈ ഒരു നിമിഷം നമുക്കുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹ് പറയുകയാണ്, വലാ തംശി ഫിൽ അർളി മറഹ, നമ്മൾ അഹങ്കാരത്തോടുകൂടി ഭൂമിയിൽ നടക്കാൻ പാടില്ല. എന്നിട്ട് അല്ലാഹ് ചോദിക്കുകയാണ്, ഇന്നലൻ തഖരിഖൽ അർള വലൻ തഖുലുൽ ജിബാല തൂല, ഭൂമിയെ പിളർത്തുവാനോ പർവ്വതങ്ങളോളം ഉയർത്താനോ നിന്നെ കൊണ്ട് സാധിക്കുമോ എന്ന് അഹങ്കാരിയായ വ്യക്തികളോട് അല്ലാഹ് ചോദിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ അല്ലാഹു ഗൗരവമായി പറഞ്ഞ കാര്യങ്ങളിൽ ഇടപെടാതെ ആ ഗൗരവങ്ങളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട്, അഹങ്കാരത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് യഥാർത്ഥ വിനയത്തോടുകൂടി തഖ്വയോടുകൂടി പെരുമാറ്റങ്ങൾ നന്നാക്കി, സാമൂഹിക ഇടപാടുകൾ നന്നാക്കി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമത്തെ ഒരു കാര്യമായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അൽ അമാനത്തു വ വഫാഉൽ അഹദ്, വിശ്വസ്തത പാലിക്കുക എന്നതാണ്. വിശ്വസ്തത പാലിക്കുക. ഇടപാടുകളിലാണെങ്കിലും ബിസിനസ്സുകളിലാണെങ്കിലും സാമ്പത്തിക മേഖലകളിലാണെങ്കിലും അതിൽ നമ്മൾ വിശ്വസ്തത പാലിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു, വിശ്വസ്തതയില്ലാത്തവന് ഈമാനില്ല എന്നാണ്. വിശ്വസ്തതയില്ലാത്തവന് ഈമാനില്ല എന്നാണ്. 5 വക്ത് നിസ്കാരം ആദ്യ സഫിൽ തന്നെ നമസ്കരിച്ചിട്ട് റമദാൻ മാസം മുഴുവൻ നോമ്പ് പിടിച്ചിട്ട് സുന്നത്ത് നോമ്പുകളും സുന്നത്ത് നിസ്കാരങ്ങളും ഖുർആൻ പാരായണവും അദ്കാറുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ട് ഇടപാടുകൾ വിശ്വസ്തതയില്ലാത്തവൻ വഞ്ചിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ഈമാൻ പൂർണ്ണമാവുകയില്ല. എന്നിട്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു, കരാർ പാലിക്കാത്തവന് ദീനമില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗൗരവമുള്ള കാര്യമാണ്. വിശ്വസ്തതയില്ലാത്തവന് ഈമാനില്ല, കരാർ പാലിക്കാത്തവന് ദീനമില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എല്ലാ മേഖലകളിലും വിശ്വസ്തനായി നാവിനെ സൂക്ഷിച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ ന്യൂനതകളെ മറച്ചു വെച്ചുകൊണ്ട്, അഹങ്കാരമില്ലാതെ വിനയത്തോടുകൂടി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസ്താദ് എല്ലാവർക്കും അറിയാം, ഉസ്താദിന്റെ പ്രിയപ്പെട്ട മാതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെടുകയും അൽഹംദുലില്ലാഹ് ജനാസയിൽ പങ്കെടുക്കുവാനും ബാലരാമപുരം വലിയ പള്ളി ജുമാ മസ്ജിദിലായിരുന്നു ജനാസ നമസ്കാരം. ആ ഒരു മയ്യത്ത് നമസ്കരിക്കുന്നതിന് വേണ്ടി കൂടുതൽ 60ഓളം 70ഓളം ശതമാനം ആലിമ്യങ്ങളാണ് വന്നത് എന്നുള്ളത് അത്ഭുതമാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാതാവിനെ പുറത്തുകൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം എന്ത്? ഒരു മാതാവിന്റെ ജനാസയ്ക്ക് 60% ആലിമീങ്ങൾ വലിയ രീതിയിൽ വൈജ്ഞാനിക രംഗത്ത്, നല്ല രീതിയിൽ പ്രൗഢിയുള്ള വിജ്ഞാന രംഗത്തുമെല്ലാം ഈമാനുമായി ഇഖ്ലാസോടുകൂടി ജീവിക്കുന്ന ആലിമീങ്ങൾ ആ ഉമ്മയുടെ ജനാസ നമസ്കരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ, ആ ഉമ്മയുടെ 4 മക്കളും ആലിമീങ്ങളായിരുന്നു,
ഹാഫിളീങ്ങളായിരുന്നു. അതാണ് നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവസാനമായി നമ്മുടെ ലേബലിൽ അവസാനിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് സവാബ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയും ആലിമീങ്ങളാക്കുമാറാകട്ടെ, ഹാഫിളീങ്ങളാക്കുമാറാകട്ടെ, നല്ല സ്വഭാവത്തിന്റെ വക്താക്കളാക്കുമാറാകട്ടെ. നമ്മളെ അനുസരിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന തലമുറകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്കറിയാം, കരമന മുസ്ലിം ജമാഅത്തിന്റെ പുതിയ ഭരണസമിതിക്കുള്ള ഇലക്ഷൻ ഇൻഷാ അല്ലാഹ് വരുന്ന 12-ാം തീയതി നടക്കുകയാണ്. അതിൽ നിൽക്കുന്ന വക്താക്കളെ നമുക്കറിയാം. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് സംസാരിക്കുന്നതിന് വേണ്ടി അബ്ദുൽ ഹസൻ സാഹിബിനെ سيدنا محمد وعلى آل سيدنا محمد. معاشر المسلمين رحمكم الله، الجمعة حج الفقراء والمساكين وعيد المؤمنين. الخطبة تقوم مقام ركعتين من الفرض. إذا صعد الخطيب على المنبر فلا يتكلمن أحد، ومن تكلم فقد لغى، ومن لغى فلا جمعة له. استمعوا يغفر الله لنا ولكم ولجميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته. الله أكبر، الله أكبر، الله أكبر، الله أكبر. أشهد أن لا إله إلا الله، أشهد أن لا إله إلا الله، أشهد أن محمدا رسول الله، أشهد أنه